ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്. അപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഭരണഘടന എന്തിന് എങ്ങനെ, അതിൽ വരുന്ന ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി. ഭരണഘടന നിർമ്മാണ സമിതി, ഭരണഘടനാ നിർമ്മാണ സമിതി. ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം, അല്ലെങ്കിൽ അത് ആവശ്യമാണോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് അല്ലെങ്കിൽ അത് മേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്ത സമിതിയാണ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കടന്നു വരുന്നത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇൻ 1946. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ആയിരത്തി 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് കടന്നു വരുന്നത്, ഭരണഘടനാ നിർമ്മാണ സമിതി ഫോം ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇൻ 1946. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഭരണഘടനാ നിർമ്മാണ സമിതി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുമ്പം അതിൽ ഓർമ്മിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഇതിലുള്ള അംഗങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ ഏതാണ്ട് നിരവധി ലീഡേഴ്സ് ഈ ഒരു സമിതിയിൽ അംഗങ്ങളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഈ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാൻ സച്ചിദാനന്ദ സിൻഹ. അതുപോലെ ഈ സമിതിയിൽ ഉള്ള ഭരണഘടനയുടെ ഉപദേശകൻ എന്ന് പറയുന്നത് BN റാവു ആണ്. BN റാവു, മനസ്സിലായില്ലേ? ഇത് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഒൺവേഡുകൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യം ഇതിൽ ഓർമ്മിക്കേണ്ടത്, ഈ ഒരു സമിതിയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിരവധി കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ശ്രദ്ധിക്കണം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇപ്പം സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. നിരവധി കമ്മിറ്റികളുണ്ടായിരുന്നു. ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏതെന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയ്ക്ക് ഒരു ഫ്രെയിം വർക്ക് ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ, മനസ്സിലായില്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ഫ്രെയിം വർക്ക് ചെയ്ത വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നതാണ് ദി ആർക്കിടെക്റ്റ് ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ആരെ വിശേഷിപ്പിക്കാറുണ്ട്? ഡോക്ടർ BR അംബേദ്കറെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം ഇതാണ്, ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇൻ 1946. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഭരണഘടനാ നിർമ്മാണ സമിതി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ നിരവധി അംഗങ്ങൾ ഇതിൽ അംഗങ്ങളായിരുന്നു.
ഇതിലെ താൽക്കാലിക ചെയർമാനായിരുന്നു ആരെന്ന് പറഞ്ഞത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഈ സമിതിയുടെ ടെമ്പററി ചെയർമാൻ. പരീക്ഷ ചോദിക്കും സമിതിയുടെ താൽക്കാലിക ചെയർമാൻ ആരായിരുന്നു? അപ്പോൾ ആൻസർ ചെയ്യേണ്ടത് സച്ചിദാനന്ദ സിൻഹ. കൂടാതെ ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് പറയുന്നത് ഡോക്ടർ BN റാവു ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിരവധി കമ്മിറ്റികളുണ്ടായിരുന്നു. ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓർമ്മ വേണം, ഈ സമിതിയിൽ നിരവധി കമ്മിറ്റികളുണ്ടായിരുന്നു. ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. കൂടാതെ ഭരണഘടനയ്ക്ക് ഒരു ഫ്രെയിം വർക്ക് ചെയ്ത വ്യക്തി കൂടി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ആരെ വിശേഷിപ്പിക്കുന്നു? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന നിർമ്മിക്കാൻ എടുത്ത സമയമെന്ന് ചോദിച്ചാൽ 2 വർഷം, 2 years 11 months 18 days. 2 വർഷം 11 മാസം 18 ദിവസം എടുത്തു ഇന്ത്യൻ ഭരണഘടന കടന്നു വരാൻ. അപ്പോൾ അതിൽ 26 നവംബർ 1949 നമ്മുടെ ഭരണഘടന വരുന്നത്. ഒഫീഷ്യലായിട്ട് വരുന്നത് 26 ജാനുവരി 1950, 1950 ജനുവരി 26 ഔപചാരികമായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഡേറ്റ എല്ലാം ഓർമ്മ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പറയാനുള്ളത്, മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒൻവേഡുകൾ ഇതിൽ നിന്ന് ചോദിക്കും, പ്രത്യേക ശ്രദ്ധ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി, ആ സമിതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിൽ പറയുന്നത് ഈ സമിതി എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇൻ 1946, 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതി ഫോം ചെയ്യുന്നത്. പിന്നീട് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ താൽക്കാലിക ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പെർമനൻ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. നമ്മൾ ഓർമ്മിച്ചോണം, രാജേന്ദ്ര പ്രസാദ് കേട്ടോ. അപ്പോൾ ടെമ്പററി താൽക്കാലിക ചെയർമാൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. പെർമനൻ്റ് ചെയർമാനായിട്ട് ആരാണ് തിരഞ്ഞെടുത്തത്? രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇത് പരീക്ഷയിൽ ചോദിക്കും താൽക്കാലിക ചെയർമാൻ ആരായിരുന്നു? അപ്പോൾ അവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് സച്ചിദാനന്ദ സിൻഹ. പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പെർമനൻ്റ് ചെയർമാൻ, ഈ സമിതിയുടെ പെർമനൻ്റ് ചെയർമാൻ ആരായിരുന്നു? അവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നെ ഈ സമിതിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു? BN റാവു. പിന്നെ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിരവധി കമ്മിറ്റികളുണ്ടായിരുന്നു. ഈ സമിതിയിൽ ഒരു ഒട്ടനവധി കമ്മിറ്റികളുണ്ടായിരുന്നു. ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏതെന്ന് ചോദിച്ചാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇപ്പോൾ ഭരണഘടനയ്ക്ക് ഒരു ഫ്രെയിം വർക്ക് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ദി ആർക്കിടെക്റ്റ് ഫോർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ആരെ വിശേഷിപ്പിക്കുന്നു? ഡോക്ടർ BR അംബേദ്കറെ വിശേഷിപ്പിക്കുന്നു. അങ്ങനെ ഭരണഘടന തയ്യാറാക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ എടുത്ത സമയം എന്ന് ചോദിച്ചാൽ 2 വർഷം 11 മാസം 18 days. ഡേറ്റുകൾ ഓർമ്മിക്കണം. 26 നവംബർ 1949, ഒഫീഷ്യലായിട്ട് വരുന്നത് 26 ജാനുവരി 1950. ഇതാണ് നമ്മുടെ എന്തിനെക്കുറിച്ച്? ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് പറയാനുള്ളത്. ഭരണഘടനാ നിർമ്മാണ സമിതി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒൻവേഡുകളാണ്. ഞാൻ പറഞ്ഞു
ഭരണഘടന കടന്നു വരുന്നത്, ഒഫീഷ്യലായിട്ട് കടന്നു വരുന്നത്, ഡേറ്റ് എടുത്ത സമയം, പിന്നെ ഞാൻ പറഞ്ഞു സമിതിയുടെ താൽക്കാലിക ചെയർമാൻ ആരായിരുന്നു, സച്ചിദാനന്ദ സിൻഹ, സ്ഥിരമായ ചെയർമാൻ അല്ലെങ്കിൽ പെർമനൻറ്റ് ചെയർമാൻ ആരായിരുന്നു, പിന്നീട് രാജേന്ദ്ര പ്രസാദ്, അത് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ഉണ്ടായിരുന്നു ഇതിൽ, ആ അഡ്വൈസർ ആരായിരുന്നു, BN റാവു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമിതിയിൽ നിരവധി കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി, അതും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് പേര്. ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഭരണഘടനയ്ക്കൊരു അല്ലെങ്കിൽ കരട് ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനയ്ക്കൊരു ഫ്രെയിം വർക്ക് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു? ഡോക്ടർ BR അംബേദ്കറെ വിശേഷിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇപ്പോൾ ചോദ്യം ഇതൊക്കെയാണ്. ഈ സമിതിയിലെ താൽക്കാലിക ചെയർമാൻ ആരായിരുന്നു? പെർമനൻ്റ് ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു? അതുപോലെ തന്നെ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ പേരെന്താണ്? ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പിന്നെ നമ്മുടെ ഭരണഘടനയുടെ ശില്പി. പിന്നെ ഭരണഘടന കടന്നു വരുന്നതും ഔപചാരികമായിട്ട് നിലവിൽ വരുന്നതും ഒക്കെയുള്ള ഡേറ്റുകൾ, ഈ രണ്ടും കൃത്യതയോടുകൂടി പഠിക്കണം. ഓക്കെ, ശരി. ഇതിൽ വരുന്ന മറ്റൊരു കാര്യം കൂടെ ഒന്ന് ഞാൻ പറയാം. അതിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ബന്ധപ്പെട്ടുള്ള പ്രയാമ്പിൾ, ആമുഖം. പ്രയാമ്പിൾ മലയാളത്തിൽ പറഞ്ഞ ആമുഖം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കൊരു പ്രയാമ്പിളുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് We the people of India having solemnly resolved to constitute India into a sovereign socialist, അഥവാ കേട്ടോ sovereign socialist secular democratic and republic. ഓക്കെ, അപ്പം ആമുഖത്തിൽ പറയുന്ന വാക്കുകളാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ, വാക്കുകൾ പ്രധാനപ്പെട്ട വാക്കാണ്. സോവറിൻ, സോഷ്യലിസ്റ്റിക്, സെക്കുലാർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ പ്രയാമ്പിളിൽ എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ. ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന ജനങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണ്. ഏത്? പ്രയാമ്പിൾ രാഷ്ട്രമാണ് ഇന്ത്യ. അതാണ് നമ്മുടെ പ്രയാമ്പിളിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പല രാജ്യത്തിലെ വലിയ ലീഡേഴ്സ് അവരെല്ലാവരും തന്നെ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പം ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. കാര്യം അതിൽ ഇന്ത്യ എന്താണ് അതിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ എന്താണെന്ന് കൃത്യയോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആ ആമുഖത്തിൽ പറയുന്നുണ്ട്. ആ വാചകങ്ങളാണ് ഇത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റിക് സെക്കുലാർ ആൻഡ് ഡെമോക്രാറ്റിക്. ഇന്ത്യ എന്ന് പറയുന്നത് പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പ്രയാമ്പിളിൽ തയ്യാറാക്കുന്ന സമയത്ത് സോഷ്യലിസ്റ്റിക് ആൻഡ് സെക്കുലർ എന്നുള്ള വാക്ക് അവിടെ ഇല്ലായിരുന്നു. സോഷ്യലിസ്റ്റിക് ആൻഡ് സെക്കുലർ പിന്നീട് എന്ത് ചെയ്തു?
ആഡ് ചെയ്തതാണ്. അതായത് നമ്മുടെ പ്രയാമ്പിൾ ഒറ്റ തവണ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഒരു തവണ മാത്രമേ നമ്മുടെ പ്രയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ആ അമെൻഡ് ചെയ്ത വാക്കാണ് എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റിക് ആൻഡ് സെക്കുലർ. സ്ഥിതിസമത്വ മതേതര രാഷ്ട്രമാണ് ഇന്ത്യ. അത് നമ്മൾ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കടന്നു വരുന്ന സമയത്തില്ലായിരുന്നു. പിന്നീട് അമെൻഡ് ചെയ്ത് ആഡ് ചെയ്ത വാക്കാണ് ഏത്, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്കുലർ. അപ്പോൾ ആഡ് ചെയ്ത വാക്ക് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അന്നേരം നമ്മൾ എഴുതേണ്ടതാണ് ഏത്, സോഷ്യലിസ്റ്റിക് ആൻഡ് സെക്കുലർ. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയുന്നുണ്ട്, ഇത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്ത് ഈ വാക്ക് എഴുതി ചേർത്തത്. അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് 42 അമെൻമെൻറ്റ് 42nd അമെൻമെൻറ്റ് വഴിയാണ് എന്ത് ചെയ്ത് ഈ വാക്ക് എഴുതി ചേർത്തത്. അപ്പോൾ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കും. ഇതും നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഓർമ്മിക്കുക, എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രയാമ്പിളിൽ ആഡ് ചെയ്ത വാക്കുകൾ ഏതാണ് എന്ന് ചോദിക്കും. അപ്പം വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സോഷ്യലിസ്റ്റിക് ആൻഡ് സെക്കുലർ എന്ന് എഴുതണം. അപ്പോൾ അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രയാമ്പിളും ഒരു തവണ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഒറ്റ തവണ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് എത്രാമത്തെ അമെൻമെൻറ്റാണ്, 42nd അമെൻമെൻറ്റാണ്. ആ 42nd അമെൻമെൻറ്റ് വഴിയാണ് ഏത് വാക്ക് ആഡ് ചെയ്തത്, സോഷ്യലിസ്റ്റിക് ആൻഡ് സെക്കുലർ എന്നുള്ള വാക്ക് ഈ പ്രയാമ്പിളിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് പ്രയാമ്പിൾ എന്നൊന്നും ചോദിക്കില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. മനസ്സിലായില്ലേ? ഏത്, സോഷ്യലിസ്റ്റിക് ആൻഡ് സെക്കുലർ. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് അത് ആഡ് ചെയ്തത്, ആ വാക്ക് എഴുതി ചേർത്തത്. അവിടെ ഒരു വേർഡ് 42nd. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രയാമ്പിൾ. ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രയാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ് പറയുന്നത്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റിക് സെക്കുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണ്. ഏത്, ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രയാമ്പിൾ. ബാക്കി കുറച്ച് ഇത് മാത്രമല്ല എഴുതിക്കണം, കുറച്ചുകൂടെ ഉണ്ട്. അതിൽ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് എന്തൊക്കെയാണ് നൽകുന്നത് അതൊക്കെ അതിൽ പറയുന്നുണ്ട്. പ്രയാമ്പിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ നിങ്ങൾക്ക് ഇവിടെ ഓർമ്മിക്കേണ്ട വസ്തുതയാണ് ഞാൻ പറയുന്നത്. അത് എന്ന് ചോദിച്ചാൽ ഈ വാക്ക് ഞാൻ പറഞ്ഞു, പ്രയാമ്പിൾ ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ആ അമെൻഡ് ചെയ്ത വാക്ക് ഏതാണെന്ന് പരീക്ഷ ചോദിക്കും. അവിടെ നമ്മൾ എഴുതേണ്ടത് സോഷ്യലിസ്റ്റിക് ആൻഡ് സെക്കുലർ. വീണ്ടും എത്രാമത്തെ അമെൻമെൻറ്റിലൂടെയാണ് അത് ആഡ് ചെയ്തത്, ആ വാക്ക് ആഡ് ചെയ്തത്, അവിടെ ഓർമ്മിക്കുക 42nd 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ സോഷ്യലിസ്റ്റിക് സെക്കുലർ എന്നുള്ള വാക്ക് പ്രയാമ്പിളിൽ ആഡ് ചെയ്തത്. ഒരു വേർഡാണ്. അപ്പോൾ ഇത് ഒന്ന് ഓർമ്മിച്ചോണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഒന്ന് നേരത്തെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി. നിർമ്മാണ സമിതി ഒന്നും കൂടെ ഞാൻ പറയാം. നിർമ്മാണ സമിതിയെക്കുറിച്ച് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഓർമ്മിക്കാൻ. ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇൻ 1946 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ നിരവധി അംഗങ്ങൾ ഈ സമിതിയിലുണ്ടായിരുന്നു. അതിൽ താൽക്കാലിക ചെയർമാനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. പിന്നീട് സ്ഥിര ചെയർമാനായിട്ട് ആര് നിയമിച്ചു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നെ വരുന്നതാണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്നത് ഡോക്ടർ BN റാവു ആയിരുന്നു. കൂടാതെ തന്നെ ഭരണഘടന നിർമ്മാണ സമിതിയിൽ നിരവധി കമ്മിറ്റികളുണ്ടായിരുന്നു. ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. കൂടാതെ ഇന്ത്യൻ ഭരണഘടനയ്ക്കൊരു ഫ്രെയിം വർക്ക് ചെയ്ത വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ദി ആർക്കിടെക്റ്റ് ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു പ്രയാമ്പിൾ പറഞ്ഞു.
സിമ്പിളായിട്ടുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. പ്രയാമ്പിൾ ഞാൻ പറഞ്ഞു. പ്രയാമ്പിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രയാമ്പിൾ ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ ഏതൊക്കെ ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റിക് സെക്കുലാർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. ഈ വാചകങ്ങളാണ് ആമുഖത്തിൽ പറയുന്നത്. ഭരണഘടന കടന്നു വരുന്ന സമയത്ത് ഈ വാക്കുകൾ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്കുലർ എന്നുള്ള വാക്കുകളില്ലായിരുന്നു. അത് പിന്നീട് ആഡ് ചെയ്തതാണ്. പ്രയാമ്പിൾ ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ആ അമെൻഡ് ചെയ്ത വാക്ക് ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതാണ് ഏതെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റിക് ആൻഡ് സെക്കുലാർ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് ആഡ് ചെയ്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്, എത്രാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് ഇത് ആഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ 42nd അമെൻമെൻറ്റ് വഴിയാണ് ഈ വാക്കുകൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.